BJP പ്രതിനിധിയോടൊരു ചോദ്യം. ഇപ്പൊ BJP പ്രതിനിധി പറഞ്ഞു ആദ്യം കിസാൻ സമ്മാൻ പദ്ധതി നടപ്പിലാക്കിയത്. എന്ത് TV തുറന്നാലും ഇത് തുറന്നാലും ഒരു 10 ദിവസം മുമ്പ് വരെ കാണും മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ഈ കിസാൻ സമ്മാൻ പദ്ധതി ഈ ആദ്യം തുടങ്ങിയതല്ലാതെ ഇപ്പോഴും അത് അത്രയും പ്രായോഗികമായി നടന്നു പോകുന്നുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളോട് തെളിവടക്കം തരാം. നിങ്ങൾ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയുന്നത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് പറയൂ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 22ാം വാർഡിൽ താമസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. ഈ കാഞ്ഞങ്ങാട് നഗരസഭ 22ാം വാർഡിൽ 7 വ്യക്തികൾക്ക് കിസാൻ സമ്മാൻ പദ്ധതി കിട്ടുന്നില്ല. ഞാൻ 6000 രൂപ കിട്ടിയില്ലേ? അതിന്റെ ഘട്ടം ഘട്ടമായി കൃഷിഭവനിൽ ജില്ലയിൽ പിന്നെ ആയില്ല പറയാം. ഈ രേഖ തരാം. ഈ 7 പേർക്ക് കിട്ടുന്നില്ല. അതിന് പറയുന്ന കാരണം അപ്ലോഡ് ചെയ്ത ഒരു ഫയൽ അപ്ലോഡ് ആയില്ല എന്ന്. പക്ഷെ അതിന് കൃഷിഭവനിൽ ബന്ധപ്പെട്ടു, ജില്ലാ കൃഷിഭവനിൽ ബന്ധപ്പെട്ടു, ബ്ലോക്കിൽ ബന്ധപ്പെട്ടു, കിസാൻ സമ്മാൻ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടു, ഹിന്ദിയിൽ സംസാരിച്ചു. അവര് പറയുന്ന മറുപടി അവർക്കറിയില്ല, ഇവർ പറയുന്നവർ ഇവർക്കറിയില്ല. നിങ്ങൾ പറയുന്നു കിസാൻ സമ്മാൻ പദ്ധതി 20 ലക്ഷം പേർക്ക് കൊടുത്തു. ആദ്യം 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ പ്രായോഗികത കേന്ദ്ര സർക്കാർ റേഷൻ വിഹിതം 2 പൗരന്മാരായി കാണുന്നു ജനങ്ങളെ. BPL കാർഡുകാർക്ക് മാത്രം കേന്ദ്ര സർക്കാർ അരി കൊടുക്കുന്നു, മറ്റുള്ളവർക്ക്. മുമ്പുണ്ടായത് ആളോഹരി അരിയായിരുന്നു. ആളോഹരി അരി കൊടുത്തിരുന്ന റേഷൻ ഇന്ന് പകുതി ആൾക്ക് കിട്ടുന്നില്ല. രണ്ടാമത് കേരള സർക്കാരിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സമയത്തും ഓണച്ചന്ത, ക്രിസ്മസ് ചന്ത, പെരുന്നാൾ ചന്ത, ഈ ചന്തകളൊന്നും ഇപ്പോൾ ബോർഡിൽ എഴുതി വെക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു സാധനം പോയിട്ടുണ്ടോ? ശേഷം രണ്ടുപേർക്കും പോകാം. ഏതെങ്കിലും ഒരു ചന്തയിലേക്ക് ഏതെങ്കിലും ഒന്ന് കൂടുതൽ ആരോഗ്യമേഖലയിൽ എയിംസ് പ്രപ്പോസലിൽ LDF സർക്കാർ കാസർഗോഡിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായി. പിന്നീട് BJP പ്രതിനിധി പറഞ്ഞ് വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാവരും മംഗലാപുരത്തേക്ക് പോകുന്നു. ഈ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ MPL വികസനത്തിന്റെ ഉത്തരവാദി BJP ആണ് എന്ന് പറയുന്ന BJP 10 വർഷം ഇങ്ങനെ പറയാതെ ഇരിക്കെ. താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? ഇങ്ങനെ കാളമൂത്രം പോലെ ആയാലോ? ഒരു മിനിറ്റ്, ആദ്യം മനോ ഒരു കാര്യം. കിസാൻ സമ്മാൻ പദ്ധതി ചോദ്യം ഇങ്ങനെ ചോദിക്കാതെ ചുരുക്കൂ. ഒരു ചോദ്യം. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 94,000 പേർക്ക് 30,000 രൂപ വെച്ച് കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത എന്താണ് എന്നുള്ളത് കൃഷിഭവനിൽ പരിശോധിക്കണം. നിങ്ങൾ KYC കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തതിൽ വന്ന പോരായ്മയായിരിക്കാം. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്കാണ് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത്. നിങ്ങൾ പറയുന്ന 2 പേർക്ക് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി ഇല്ല എന്നല്ല. ഇവിടെ 94,000 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തില് 367 കോടി രൂപ. ഇപ്പൊ 2 ആഴ്ചകൾക്ക് മുമ്പേ അവസാന ഗഡു 2 ആഴ്ചകൾക്ക് മുമ്പേ കിട്ടി.